ശകുന്തള ദുഷ്യന്തന്മാരുടെ കഥയാണ് നമ്മൾ ഇവിടെ കേൾക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളുടെ സ്വന്തക്കാരെയോ ബന്ധുക്കളെയോ നിങ്ങൾ ഈ കഥ കേൾപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ കഥാവേദിയിൽ ക്ലിക്ക് ചെയ്യൂ, നിങ്ങളവരെ കേൾപ്പിക്കൂ. ശകുന്തള നളനും ദമയന്തിയും കഴിഞ്ഞാൽ ജനമനസ്സുകളിൽ തങ്ങി നിൽക്കുന്ന ഒരു പൗരാണിക ദമ്പതിമാരാണ് ശകുന്തള ദുഷ്യന്തന്മാർ. ജന്മനാ ക്ഷത്രിയനായിരുന്ന ഒരു രാജാവ് തപസ്സു ചെയ്ത് അതീവ ജ്ഞാനിയായി തീർന്ന ഒരു രാജർഷിയാണ് ഋഷി വിശ്വാമിത്രൻ. വിശ്വാമിത്രൻ ഒരിക്കൽ കഠിനമായ തപസ്സിലേർപ്പെട്ടു. സ്വതവേ തന്നെ ശക്തനായ വിശ്വാമിത്രൻ ഇനിയും വരങ്ങൾ നേടിയാൽ ആരാലും പിടിച്ചു നിർത്താൻ പറ്റാത്ത ശക്തിയായിത്തീരും. സാധാരണ പോലെ തന്നെ ദേവേന്ദ്രന് ഇരിക്കപ്പുറതിയില്ലാതായി. ദേവലോകം അപഹരിച്ചാലോ? എങ്ങനെയെങ്കിലും തപസ്സിളക്കണം. ഇനിയും ശക്തി ആർജിക്കാൻ അനുവദിച്ചുകൂടാ. കൂലങ്കഷമായി ചർച്ച ചെയ്തു. പല ദേവന്മാരുമായി ആലോചിച്ചു. ദേവസ്ത്രീകളിൽ ഏറ്റവും സൗന്ദര്യവും ശരീര സൗഷ്ഠവവും ഉള്ളത് മേനകയ്ക്കാണ്. ഉടനെ തന്നെ മേനകയെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ മേനക പറഞ്ഞു, രാജൻ, അങ്ങയ്ക്കറിയാമല്ലോ വിശ്വാമിത്രൻ്റെ അതീവ കോപം. ദേഷ്യപ്പെട്ട് ശപിച്ചാൽ ആത്മശങ്കയോടെ നിർത്തി. ശേഷം തുടർന്നു, അദ്ദേഹം ഒരിക്കൽ മഹാമുനിയായ വസിഷ്ഠൻ്റെ 100 പുത്രന്മാരെയും നശിപ്പിച്ചതാണ്. ക്ഷത്രിയനായിരുന്നിട്ടും തപസ്സു ചെയ്ത് ബ്രഹ്മത്വം നേടിയതാണ്. എങ്കിലും അങ്ങയുടെ ആജ്ഞ അനുസരിക്കാതിരിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് കൃപയ വായുദേവനെയും കാമദേവനെയും എൻ്റെ സഹായത്തിന് അയച്ചാലും. ദേവേന്ദ്രൻ അവരെ രണ്ടുപേരെയും വരുത്തി മേനകയെ സഹായിക്കാൻ പോകാൻ ആവശ്യപ്പെട്ടു. തൻ്റെ യൗവനവും രൂപലാവണ്യവും നൃത്തപാടവവും വിശ്വാമിത്രൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. വായുദേവൻ മന്ദമാരുതനായി അവളുടെ മേലങ്കി മെല്ലെ താഴെ വീഴിച്ചു. ചിലങ്കകളുടെ മണിശബ്ദത്തോടെ അവൾ വസ്ത്രത്തിനായി കുനിഞ്ഞ് കൈനീട്ടി. കണ്ണു തുറന്ന് നോക്കിയ വസിഷ്ഠൻ്റെ നോട്ടം അർത്ഥ വസ്ത്രാംഗനയുടെ മാറിലുടക്കി നിന്നു. ഒട്ടും സമയനഷ്ടമുണ്ടാക്കാതെ കാമദേവൻ തൻ്റെ പൂവമ്പ് തൊടുത്തു. അങ്ങനെ വിശ്വാമിത്രനും മേനകയും ആടിപ്പാടി നാളുകൾ കഴിച്ചു. കുറേ നാൾ കഴിഞ്ഞ് പൊടുന്നനെ തപശക്തി മുക്കാലും നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വിശ്വാമിത്രൻ ഉടനെ തന്നെ പശ്ചാത്തപിച്ച് മുനി മേനകയെ ഉപേക്ഷിച്ചു പോയി. മേനകയുടെ ഗർഭം വളർന്ന് കാട്ടിൽ പ്രസവിച്ചു. ആ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് ദേവലോകത്തേക്ക് തിരിച്ചുപോയി. കണ്ണുമുനിയും ശിഷ്യന്മാരും ആ വഴി പോകുമ്പോൾ ശകുന്തങ്ങൾ എന്ന് പറഞ്ഞ പക്ഷികൾ സംരക്ഷിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടു. അവർ ആ കുട്ടിയെ ആശ്രമത്തിൽ വളർത്തി ശകുന്തങ്ങൾ സംരക്ഷിച്ചതുകൊണ്ട് ശകുന്തള എന്ന് നാമകരണം ചെയ്തു. ശുദ്ധമായ വായുവും ആഹാരവും സന്മനസ്സുകളായ മുനിമാരുടെ സ്നേഹവും ശകുന്തളയെയും തോഴികളെയും സൽപ്രകൃതികളാക്കി വളർത്തി. കാട്ടിലെ പരിമിതമായ ജീവിത ചുറ്റുപാടിൽ മരവുരികൾക്കിടയിലൂടെ ശകുന്തളയുടെ യൗവനം പുറത്തേക്ക് തെറിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു. അമ്മ മേനയുടെ അംഗലാവണ്യം ഒട്ടും ചോരാതെ കല്ലിൽ കൊത്തിവെച്ച കവിത പോലെ മന്ദപവനൻ്റെ ലാളനമേറ്റ് ആശ്രമഭൂമി ദേവലോകമോ എന്ന് ആരും ശങ്കിക്കും. പുരു മഹാരാജാവിൻ്റെ തായ് വഴിയിൽ ചന്ദ്രവംശത്തിൽ പിറന്ന ഒരു രാജാവായിരുന്നു ദുഷ്യന്തൻ. ഹസ്തിനപുരം ഭരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ യഥാക്രമം ഉപതാൻവി, ശാന്തുരോധൻ എന്നിവയായിരുന്നു. ഇവർ യഥാക്രമം രഥാന്തരി, ഇലിനൻ എന്നും അറിയപ്പെട്ടിരുന്നു. ഒരു ദിവസം ദുഷ്യന്തൻ പടയാളികളോടൊത്ത് മൃഗയാവിനോദത്തിൽ കണ്വാശ്രമ പ്രദേശത്തെത്തിപ്പെട്ടു. പ്രകൃതി മാനിൻ്റെ രൂപത്തിൽ ദുഷ്യന്തനെ ശകുന്തളയിലേക്ക് ആനയിക്കുകയായിരുന്നു. മാൻ ദുഷ്യന്തൻ്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടുപോയി. ചുറ്റുപാടും നോക്കിയ ദുഷ്യന്തന് ആ സ്ഥലം ഓർമ്മയുള്ളതുപോലെ തോന്നി. ഓ, കണ്വ മഹർഷിയുടെ ആശ്രമം. തിരിഞ്ഞു പരിചാരികരോടായി കണ്വ മഹർഷിയെ കണ്ട് വന്ദിച്ചു വരാം, ജലപാനവും ചെയ്യാം ആത്മഹതം കൊണ്ടു. മാലിനി നദിയിൽ നിന്നുള്ള
നനുനനുത്ത കാറ്റ് ദുഷ്യന്തനെ കണ്വാശ്രമത്തിലേക്ക് എതിരേറ്റു. തീരത്ത് പുല്ലകുസുമങ്ങൾ നിറഞ്ഞ പൂന്തോട്ടത്തിൽ നിന്ന് വിരിയുന്ന പുഷ്പങ്ങളുടെ നറുമണം നാസികാരന്ധ്രങ്ങളിൽ കൂടി ഹൃദയത്തിൻ്റെ നിർമ്മലമായ അറകളിലേക്ക് അലിഞ്ഞിറങ്ങി. മരവുരിയിൽ അർത്ഥാച്ഛാദയായ 3 പെൺകുട്ടികൾ പൂന്തോട്ടം നനയ്ക്കുന്നുണ്ട്. എല്ലാവരും തരുണീമണികളാണെങ്കിലും ഒരാൾ അത്യാകർഷകയാണ്. കാടിൻ്റെ ഓരങ്ങളിലെ പൂമരങ്ങളിൽ നിന്നുള്ള മാദകഗന്ധം രാജാവിനെ മത്തുപിടിപ്പിച്ചു. കുടവുമേന്തി നിൽക്കുന്ന അവൾ ജലം പകുതിയിൽ നിർത്തി മുഖമുയർത്തി കാൽ പെരുമാറ്റമുള്ള ദിക്കിലേക്ക് നോക്കി. 2 നീല നീർപ്പോളപ്പൂക്കൾ തന്നിലേക്ക് അവൾ എറിഞ്ഞതുപോലെ അവൾ മാന്യനെ കണ്ട് സ്വാഗതം ചെയ്ത് ഉപചരിച്ച് ആസനം കൊടുത്തു. പ്രഭു, ഈ ഉള്ളവൾ അങ്ങക്ക് എന്താണ് ചെയ്യേണ്ടത്? രാജാവ് നിർനിമേഷനായി നിന്നതല്ലാതെ ഒന്നും ഉരിയാടിയില്ല. പെട്ടെന്ന് പരിസരബോധം വന്ന്, ഭദ്രേ, ഞാൻ ഹസ്തിനപുരിയിലെ രാജാവാണ്. പേര് ദുഷ്യന്തൻ. കണ്ണുമഹർഷിയെ കണ്ട് വന്ദിക്കണമെന്നുണ്ട്. അദ്ദേഹം എവിടെയാണ്? ആ തരുണിയിൽ നിന്ന് ഏതാനും മുത്തുകൾ പൊഴിഞ്ഞു വീണു. അത് ദുഷ്യന്തൻ്റെ കാതിൽ ഇക്കിളിയിട്ടു. അച്ഛൻ സോമാവതാര തീരത്തിൽ പോയിരിക്കുകയാണ്. ശകുന്തളയുടെ മുഖപ്രഭയിൽ രാജാവ് എങ്ങും പോകാതെ ബന്ധിക്കപ്പെട്ടതുപോലെ നിന്നു. അല്ലയോ തരുണി, കൂടെയുള്ളവരാരാണ്? അവർ 2 പേരും എൻ്റെ തോഴിമാരാണ്. പ്രിയമത, അനസൂയ. ദുഷ്യന്തൻ ധൃതി കാട്ടി. സ്വയം പരിചയപ്പെടുത്തിയില്ല. അല്ലയോ മഹാരാജാവേ, ഞാൻ കണ്വമഹർഷിയുടെ പുത്രിയാണ്. ആശ്ചര്യത്തോടെ ദുഷ്യന്തൻ ചോദിച്ചു, എന്ത്? സർവസംഘ പരിത്യാഗിയായ കണ്ണുമുനീശ്വരന് ഇതുപോലൊരു മകളോ? തൻ്റെ മുമ്പിലിരിക്കുന്ന യൗവനയുക്തനും അരോഗദൃഢഗാത്രനുമായ രാജാവിനെ ആകമാനമൊന്ന് വീക്ഷിച്ചു. മനസ്സിലെ സന്തോഷം ചുണ്ടുകളിലൂടെ മുഖപ്രഭയായി പ്രതിഫലിച്ചു. പ്രിയപ്പെട്ട രാജശ്രേഷ്ഠ, എൻ്റെ അച്ഛൻ ഒരിക്കൽ മറ്റൊരു മുനിയോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അപ്രകാരം അങ്ങയോട് പറയാം. ശകുന്തള തൻ്റെ ജന്മരഹസ്യം രാജാവിനെ കേൾപ്പിച്ചു. ശേഷം അവൾ പറഞ്ഞു, ഇതാണ് എൻ്റെ ജന്മവൃത്താന്തം. ദുഷ്യന്തൻ്റെ മനസ്സ് ശകുന്തളയുടെ കുലീനമായ മാതകത്തിൽ ഉടക്കി നിന്നു. മഹാരാജാവിൻ്റെ ശൗര്യം എവിടെ പോയോ? ശകുന്തളയോട് അവതരിപ്പിച്ചാൽ മറുപടി അവിഹിതമായാലോ? ധൈര്യം അവലംബിച്ച് ദുഷ്യന്തൻ പറഞ്ഞു, ശകുന്തളെ, അല്ലയോ പ്രേമവതി, നീ എന്നെ സ്വീകരിക്കൂ. എൻ്റെ ഹൃദയം നിന്നിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. നിർനിമേഷയായി നിന്ന ശകുന്തളയുടെ മുഖത്ത് പല ഭാവങ്ങൾ മാറിമറിഞ്ഞു. സംശയം കലർന്ന പ്രീതിഭാവം മറച്ച് ശകുന്തള പറഞ്ഞു, ബഹുമാനപ്പെട്ട രാജാവേ, അങ്ങ് ഇത് അച്ഛനോട് അവതരിപ്പിച്ചാലും അച്ഛൻ തീർച്ചയായും അങ്ങയെ നിരാശപ്പെടുത്തുകയില്ല. ദുഷ്യന്തൻ മറുപടി പറഞ്ഞു, അച്ഛൻ എന്നാണ് തിരിച്ചെത്തുന്നത്? പ്രേമവതി, ധർമ്മശാസ്ത്രങ്ങളിൽ വിവാഹം 8 വിധമുണ്ട്. അതിൽ ഗാന്ധർവ വിവാഹം വളരെ ശ്രേഷ്ഠവുമാണ്. ശകുന്തള അല്പവിരാമം ഭാവിച്ചു. അവളുടെ യൗവനവും താമസവും രാജസാന്നിധ്യവും മാറി മാറി മനസ്സിൽ മിന്നിമറഞ്ഞു. ധർമ്മശാസ്ത്രീയമായ ഗാന്ധർവത്തിന് അവൾ മുഖഭാവം കൊണ്ട് സമ്മതമറിയിച്ചു. അവളുടെ ഒരാഗ്രഹം രാജനെ അറിയിച്ചു, എന്നിൽ അങ്ങേക്കുണ്ടാകുന്ന കുമാരനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം. അതിൽ അദ്ദേഹത്തിന് സന്തോഷമേയുള്ളൂ എന്നറിയിച്ചു. അവർ 2 പേരും ആനന്ദത്തിൽ പല നാളുകൾ അവിടെ വസിച്ചു. കൊട്ടാരത്തിൽ നിന്ന് അകന്ന് രാജാവ് കാട്ടിൽ താമസിക്കുന്നത് ഉചിതമാണോ? ഇവിടുത്തെ താമസം ആർക്കെങ്കിലും അറിയുമോ ആവോ? രാജാവിന് എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലെത്തണം. ശകുന്തളയെ ആശ്വസിപ്പിച്ചു. ഞാൻ കൊട്ടാരത്തിൽ ചെന്നാലുടൻ പടയാളികളെ പല്ലക്കും കൊടുത്ത് വിടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് അനുമതി തന്നാലും ഏതാനും ദിനത്തിനുള്ളിൽ കണ്ണൻ തിരിച്ചു വന്നു. സ്നേഹവാനായ പിതാവും ഗാന്ധർവജ്ഞാനവുമുള്ള മുനി ശകുന്തളയെ തലോടിക്കൊണ്ട് സമാശ്വസിപ്പിച്ചു. അല്ലയോ കഥാവേദി കേൾക്കുന്നവരെ, ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് അടുത്തതായി കേൾക്കാം.